വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 25 വർഷത്തിലൊരിക്കൽ തുറക്കുന്ന വിശുദ്ധ വാതിൽ പിറവി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് മുമ്പായി ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നതോടെയാണ് ഈശോ മിശിഹായുടെ മനുഷ്യാവതാര ജൂബിലി വർഷാചരണത്തിന് തിരിതെളിഞ്ഞത്. ഇതിനോട് ചേർന്നാണ് രൂപതയിലെ വർഷാചരണത്തിന് തുടക്കമായത്. ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ 2025 ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ ഗായകരാകാനാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി ക്ഷണിക്കുന്നതെന്ന് കർദിനാൾമാർ ജോർജ് ജേക്കബ് കൂവക്കാട് ജൂബിലി വർഷാചരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവേ പറഞ്ഞു. പ്രത്യാശയുടെ ഗായകരാകുക, പ്രത്യാശയുടെ ഗായകരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. പ്രതിസന്ധികളുടെയും വേദനകളുടെയും യുദ്ധങ്ങളുടെയും നഷ്ടങ്ങളുടെയും പ്രത്യാശ നശിച്ച എല്ലാ അനുഭവങ്ങളുടെയും മുമ്പില് വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഉദ്ധിതനായ ഈശോ നൽകുന്ന ആ പ്രത്യാശയുടെ, നന്മയുടെ, സ്നേഹത്തിന്റെ ആ സംഗീതം ആലപിക്കുവാൻ നമ്മളാവും വിധം ആത്മാർത്ഥമായിട്ട് നമ്മൾ വ്യാപരിക്കുന്ന മേഖലകളിലെല്ലാം, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജോലി മേഖലയിലും നമ്മുടെ ഇടവക തലങ്ങളിലും നമ്മുടെ അതിരൂപതാ തലത്തിലും എല്ലാ മേഖലയിലും പ്രത്യാശ നൽകുന്ന സംസാരവും പ്രത്യാശ നൽകുന്ന പ്രവൃത്തികളും പ്രത്യേകമായിട്ട് ഏറ്റെടുക്കുവാനായിട്ട് ഉള്ള ഒരു ഉത്തരവാദിത്വമാണ് പരിശുദ്ധ പിതാവ് നമ്മോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നത്. ആർച്ച് ബിഷപ്പ് മാർ തോമസ് സറിയിൽ ജൂബിലി വർഷ പ്രതീകമായ മാർസ്ലീവ പ്രതിഷ്ഠിച്ച് ജൂബിലി പ്രാർത്ഥനയ്ക്കും പരിശുദ്ധ കുർബാനയ്ക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി ഈ ലോകത്തിലെ ഓരോ കുടുംബത്തെയും നസ്രത്തിലെ തിരുക്കുടുംബം പോലെ നവീകരിക്കാനുള്ള ദൈവത്തിന്റെ ക്ഷണമാണെന്നും എല്ലാവരും അതിനോട് ഹൃദയം തുറന്ന് സഹകരിക്കണമെന്നും മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പൊലീത്ത ആഹ്വാനം ചെയ്തു. ജൂബിലി വർഷത്തിന്റെ അതിരൂപത തല ഉദ്ഘാടനത്തിൽ ജൂബിലി സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു മെത്രാപ്പൊലീത്ത. കുടുംബങ്ങളിൽ ഒന്നിച്ചിരുന്നുള്ള പ്രാർത്ഥനയും സംസാരവും വളരുമ്പോഴാണ് കുടുംബം നവീകരിക്കപ്പെടുന്നത്. ഓരോ കുടുംബത്തെയും നവീകരിച്ചുകൊണ്ട് മാത്രമേ ലോകത്തെ നവീകരിക്കാൻ സാധിക്കുള്ളൂ എന്ന് മെത്രാപ്പൊലീത്ത ഓർമ്മിപ്പിച്ചു. വികാരി ജനറൽമാരായ മോൺസിനോർ ആന്റണി ഏത്തക്കാട്, മോൺസിനോർ മാത്യു ചങ്ങങ്കരി, മോൺസിനോർ സോണി തെക്കേക്കര, മോൺസിനോർ വർഗീസ് സാനാമാവുങ്കൽ, കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ, ജൂബിലി ജനറൽ കൺവീനർ ഫാദർ ജോർജ് മാന്തുരുത്തിൽ, ചെത്തിപ്പുഴ വികാരി ഫാദർ തോമസ് കല്ലുകളം, CMI ഗെത്സമേനി സുപ്പീരിയർ ഫാദർ മാത്യു മുളങ്ങാശ്ശേരി, ഫാദർ സ്മിത്ത് സാംബ്രിക്കൽ, ഫാദർ ടോണി കരങ്കണ്ടം, ഫാദർ ജിൻഡോ മുരിയങ്കരി ചുരയിൽ, ഫാദർ ജോഷി പാണംപറമ്പിൽ, ഫാദർ ജസ്റ്റിൻ കായംകുളത്തുശ്ശേരി തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. ജൂബിലി വർഷത്തിന്റെ ഇടവകതല കുടുംബതല ഉദ്ഘാടനം ജനുവരി 5 അതിരൂപതയിലെ 280 ഇടവകകളിലും ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരുടെയും ജൂബിലി സമിതിയുടെയും നേതൃത്വത്തിൽ ആഘോഷമായി നടത്തപ്പെടും. ഷെക്കിനായ ന്യൂസ്, കോട്ടയം.